ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്നും ആലുവായിലേക്ക് വെറും 5.5 കിലോമീറ്റർ മാത്രമുള്ളൂ. കൂടാതെ രാജഗിരി ഹോസ്പിറ്റൽ 4 കിലോമീറ്റർ, എയർപോർട്ട് 17 കിലോമീറ്റർ, എടപ്പള്ളി 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കും 12 കിലോമീറ്ററും, സമാരിറ്റൻ ഹോസ്പിറ്റൽ 2 കിലോമീറ്റർ. നല്ലൊരു വില്ല പ്രോജക്റ്റിലായിട്ടാണ് ഈ വീട് വരുന്നത്. ഒരേ സമയം നമുക്ക് 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഈ വീട്ടിൽ കിട്ടുന്നത്. വളരെ നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. ബസ് റോഡിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ. വളരെ നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ട് എലിവേഷനാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ മതിലെല്ലാം നാച്ചുറൽ സ്റ്റോൺ കൊടുത്ത് LED ലൈറ്റ് കൊടുത്ത് മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഗേറ്റ് തുറന്നാൽ നമുക്കിവിടെ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കാർ പോർച്ചിലേക്കാണ്. കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചാണിത്. വലിയ SUV കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ നമുക്ക് ഇവിടെയും 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് കിട്ടുന്നത്. ഇവിടെയായിട്ടൊരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് പറ്റാത്ത ഒരു കിണറാണ് വരുന്നത്. ഇഷ്ടം പോലെ വെള്ളമുള്ള ഒരു കിണറാണ് കിട്ടുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ട് എലിവേഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ആഞ്ഞിലി, മഹാഗണി, തേക്ക് മുതലായ മരങ്ങളാണ് ഈ വീടിന് മരത്തിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. 2 ഡോറിൻ്റെ ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ആയിട്ടൊരു വലിയൊരു ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡബിൾ ഹൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വിസിറ്റിംഗ് ഹാളിലേക്കാണ്. ഇവിടെയായിട്ടാണ് വിസിറ്റിംഗ് റൂം വരുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് കോർണർ സോഫ ഇടാനുള്ള സ്പേസ് കിട്ടും. കൂടാതെ ഇവിടെയായിട്ടൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു വിസിറ്റിംഗ് റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് വരെ കൊടുത്തിട്ടുണ്ട് ടഫൻ ഗ്ലാസ്. ഈ ഭിത്തിയാണെങ്കിൽ ടെക്സ്ചർ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. വിസിറ്റിംഗ് ഹാളിൽ നിന്ന് നമ്മളടുത്ത് പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. വലിയൊരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയും സീലിങ്ങിൽ ജിപ്സം സീലിംഗ് വർക്ക്, LED ലൈറ്റ്, WPC വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു ഡൈനിങ് റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ ഇവിടെയായിട്ട് നമുക്ക് വണ്ടിയുടെ താക്കോലൊക്കെ വെക്കാനായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒതുക്കിയാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത്. വലിയൊരു വാഷ് ബേസിൻ കൗണ്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെറ ബ്രാൻഡിൻ്റെയാണ് വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. 3 ഫേസ് കണക്ഷനാണ് ഈ വീട്ടിൽ വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം കാണാം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. നമുക്ക് ഈ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഇവിടെയും സീലിംഗിൽ വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ട് വലിയൊരു വാർഡ്രോബാണ് വരുന്നത്. കൂടാതെ നമുക്കിവിടെ ഇരിക്കാനായിട്ട് ഉള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മിറർ വരുന്നുണ്ട്. മൊത്തം 6 ജനലുകളാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. വലിയ ജനലുകളാണ് നൽകിയിട്ടുള്ളത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. സെറ ബ്രാൻഡിൻ്റെയാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ നൽകിയിട്ടുള്ളത്.
ഇവിടെയായിട്ട് വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. താഴത്തെ നിലയിൽ ആ ബെഡ്റൂമും വലിയ ബെഡ്റൂമാണ്. താഴത്തെ നിലയിലെ 2 ബെഡ്റൂമും വളരെ വലിയ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയും വലിയ വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലായിട്ട് 2 വാർഡ്രോബ് വെച്ച് സെൻറ്ററിൽ നമുക്കിവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യും. ഇവിടെയും സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ വുഡിൻ്റെ ഡിസൈനൊക്കെ വെച്ചിട്ടാണ് നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയൊരു ജനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ഇവിടെയും പൂർണ്ണമായും സെറാ ബ്രാൻഡിൻ്റെയാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ നൽകിയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ കിച്ചണാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിയൊരു കിച്ചണാണ് നമുക്കിവിടെ കിട്ടുന്നത്. താഴത്തും മുകളിലുമായി ധാരാളം കബോർഡ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ ടോപ്പ് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റിലാണ്. ഇവിടെയായിട്ട് നമുക്ക് വലിയ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ്, അതിൻ്റെ മുകളിലൊക്കെ സ്റ്റോറേജ് സ്പേസ് ആണുള്ളത്. കൂടാതെ ഇവിടെ വർക്ക് ഏരിയ എടുക്കാനുള്ള തറ കെട്ടിയിട്ടിട്ടുണ്ട്. അത് ചെയ്തു തരുന്നതാണ്. ഇവിടെയൊക്കെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഡൈനിങ് റൂമിൽ നിന്ന് ഇവിടെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കോർട്ട്യാർഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് വുഡൻ ഡിസൈനിലുള്ള ടൈലുകൾ വെച്ചിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറുന്ന ഭാഗം അതിമനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കാണുന്ന രീതിയിലാണ് ഇൻറ്റീരിയർ ഈ വീടിൻ്റെ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഹാളാണ് നമുക്ക് ഈ ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ടൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് വന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഇവിടെയും സീലിങ്ങിൽ ജിപ്സം LED ലൈറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. വലിയ വാർഡ്രോബുകളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഇരിക്കാനുള്ള കുഷ്യനൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് അവിടെ. ഈ വീടിൻ്റെ 4 ബെഡ്റൂമുകളും വലിയ ബെഡ്റൂമുകളാണ് കേട്ടോ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് 4 ബെഡ്റൂമിൽ വരുന്നത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ഇവിടെയായിട്ട് വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. മുകളിലത്തെ നിലയിൽ ഇവിടെയും ഒരു വലിയ ബെഡ്റൂമാണ് വരുന്നത്. സീലിംഗിൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയ വാർഡ്രോബുകളാണ് നൽകിയിട്ടുള്ളത്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. ഈ ഡോറ് തുറന്നാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് യൂട്ടിലിറ്റി ഏരിയയാണ്. ഷീറ്റ് ഇട്ട് എടുത്ത യൂട്ടിലിറ്റി ഏരിയ അല്ല, ഇവിടെ കംപ്ലീറ്റ് കവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ആണ് കിട്ടുന്നത്. ഇവിടെയായിട്ട് വാഷും
മെഷീൻ സെറ്റ് ചെയ്യാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നാൽ നമുക്ക് ഈ വീടിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ബാൽക്കണി. വലിയൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിനിപ്പോൾ ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മേളുള്ള വിസിറ്റിംഗ് ഹാൾ അപ്പർ ലിവിങ് സ്പേസിൽ വലിയൊരു ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വലിയൊരു ബാൽക്കണിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വീടിൻ്റെ ഫുൾ വീഡിയോ കണ്ടല്ലോ. വീട് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീട് നിങ്ങൾ ടൈറ്റിൽ കണ്ട മാതിരി ഒരു 20 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. ബാക്കി എമൗണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില 1,10,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. എറണാകുളം ജില്ലയിൽ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.